നമസ്കാരം. പത്തനംതിട്ടയിലെ 2 സഹകരണ ബാങ്കുകളിൽ ഇഡി നിരീക്ഷണത്തിൽ. CPM വർഷങ്ങളായി ഭരിക്കുന്ന 2 ബാങ്കുകളിലെ സാമ്പത്തിക ക്രമക്കേടിലാണ് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക്, മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ഇഡിയുടെ നിരീക്ഷണം. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ 5 കോടി രൂപയുടെ തട്ടിപ്പാണ് പുറത്തറിഞ്ഞത്. മൈലപ്ര സഹകരണ ബാങ്കിൽ 86 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള അമൃത ഗോതമ്പ് ഫാക്ടറിയിൽ 4 കോടി രൂപയുടെ തിരിമറിയും നടന്നു. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബിനാമി നിക്ഷേപമുള്ള ബാങ്കായിരുന്നു മൈലപ്ര സഹകരണ ബാങ്ക്. വർഷങ്ങളായി CPM ഭരിക്കുന്ന ബാങ്കുകളാണ് കോന്നി റീജിയണൽ സഹകരണ ബാങ്കും മൈലപ്ര സഹകരണ ബാങ്കും. തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണം നടക്കുന്നത്. പ്രമാണമില്ലാതെ വായ്പ കൊടുക്കുന്നത്, ഒരേ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പല വായ്പകൾ നടത്തുന്നത്, വ്യാജ പേരുകൾ വെച്ച് വായ്പകൾ തരപ്പെടുത്തൽ തുടങ്ങിയവയാണ് തട്ടിപ്പ് രീതികൾ. വകുപ്പ് തല അന്വേഷണം നടത്തി കോന്നിയിൽ 3 ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. അന്നത്തെ സെക്രട്ടറി ശൈലജകുമാരിയെയും ക്ലർക്ക് ജൂലിയ നായരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയുമാണ് ഉണ്ടായത്. ഇരു സഹകരണ ബാങ്കുകളിലും നിക്ഷേപിച്ചവർക്ക് തുക കാര്യമായി മടക്കി കിട്ടിയില്ല. സഹകരണ വകുപ്പിന്റെ നിയമ സംവിധാനത്തിൽ കുറ്റക്കാർ രക്ഷപ്പെടുമെന്ന സൂചന ഉള്ളതുകൊണ്ടാണ് കോന്നി സംഘത്തിന്റെ തിരിമറിയും മൈലപ്ര സഹകരണ ബാങ്കിന്റെ തിരിമറിയും ഇഡി നിരീക്ഷണത്തിലാക്കിയത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks.